എങ്ങനെ ഉണ്ടാവട്ടെ ഏതാ സാധനം ഏതാ ലുക്ക് അമ്മ വീട്ടിലേക്ക് 1 കിലോമീറ്റർ. ഓ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഇഷ്യൂ, പെട്രോൾ ലീക്ക് ഇഷ്യൂ ഇന്നത്തേക്ക് കാണുന്നില്ല. എന്നാ അറിയില്ല, ഇനി പ്രഷറിൻ്റെ ആണോ സീലിങ്ങിൻ്റെ ആണോ ഒന്നും അറിയില്ല. ഇപ്പം ഇതൊന്നുമില്ല, ലീക്കൊന്നുമില്ല. നോക്കേ നാട്ടിൽ ഏതായാലും ചെക്കപ്പ് ചെയ്തേക്കാം. ഇപ്പം നമ്മളിവിടെ തിരക്കിലായി, നാട്ടിലേക്ക് ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക്. ലെറ്റ്സ് ഗോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് വാസു എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടെ പോയി കഴിക്കാന്ന് വെച്ചു. ഈ കർണാടക മെയിൻ എനിക്ക് താല്പര്യമുള്ള ഫുഡ് ഇഡ്ഡലി വട ഡിപ്പ്. അതെൻ്റെ ഗോ ടു ഫേവറേറ്റ്. എപ്പം കർണാടകയിൽ വന്നാൽ എൻ്റെ മെയിൻ ഫുഡ് അതാ, ഇഡ്ഡലി വട സാമ്പാർ, അതും ഡിപ്പ്. അതുണ്ടാവോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഹോട്ടൽ വാസു. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. പിന്നെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം ഇഡ്ഡലി വട സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവരൊക്കെ എന്താ പറഞ്ഞ മസാല ദോശ, ഞാനൊരു ഇഡ്ഡലി വട സാമ്പാർ ഡിപ്പ് പറഞ്ഞിട്ടുണ്ട്. കഴിച്ചോക്കാം ഗായ്സ്. അങ്ങനെ ഇഡ്ഡലി വട സാമ്പാർ ഡിപ്പ് എത്തിയിട്ടുണ്ട്. മസാല ദോശയിൽ കുറച്ച് ടൈം എടുക്കും തോന്നട്ടോ. ഇനി നമ്മുടെ കാപ്പി പറയുന്നൊരു ചടങ്ങുണ്ട്, അത് ഏത് ഭാഷയിൽ പറയുന്ന കന്നഡയിൽ. കാരണം ഞാൻ ഹെൽത്തിന് നീ ബേജാർ ಮಾಡ್ಕೋ ಬೇಡ. ഇവരെ സാമ്പാറിന് മധുരം. സാർ കാഫി 1 ടീ ആണ്. അല്ല 100 കോഫി അല്ല, 2 കോഫിയാണ്. ബാക്കി എല്ലാവരും നോക്കി. സാറോ വട എങ്ങനെ ഉണ്ടാവട്ടെ. ദൊഡ്ഡ് വട. ഇതിന് 4 പറഞ്ഞ 3 കോഫി, 2 കോഫി വീട്ടില് അധികപ്പറ്റായ കുടിക്കില്ല. നല്ല വട. ചിക്മംഗളൂർ വന്നിട്ടുണ്ടെങ്കിൽ വാസു റെസ്റ്റോറൻറ്റ് നല്ല ഫുഡ്. ಅಣ್ಣ 3 ಕಾಫಿ ಹೇಳಿದೆ, 3 ಬೇಡ, 2 ಸಾಕು. 2 ಕಾಫಿ 1 ಟೀ. 2 ಕಾಫಿ ಬೇಡ. ಹಾಂ. How is the food? Very good. Is it authentic Chikmagalur food or is it the common Karnataka? I'm not from Chikmagalur, so I don't know which is authentic. Oh, come on, man. Yeah, that's very bad. Yeah. Others, could you please give your review? It's nice, wonderful. Fabulous. Fantastic. With that, and Paryo? I'm also Thanks. welcome. And you? And you? I said it. I haven't touched it. So I think it's very good. Sachin is actually full with enjoying sambar. വട കിട്ടുന്ന വട. ആരുടെ വട? വട വാസു ഹോട്ടൽ വട. Yes, അപ്പോൾ we'll finish the food.
ബൈ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് ചാർമാടി ഗട്സ് വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത്. Let's see. രാവിലെ തന്നെ ബ്ലോക്ക് ആണല്ലോ ഈശ്വര. ഓക്കെ, ചെറിയ ബ്ലോക്ക്. അങ്ങനെ പെട്രോൾ അടിച്ച് സെറ്റായി. ഇപ്പൊ ഇവിടുന്ന് തെറിക്കലായി. ലെറ്റ്സ് ഗോ. അങ്ങനെ ചിക്മംഗ്ലൂരിന്ന് ഇറങ്ങി ഗൈസ്. നല്ലൊരു പ്ലേസാണ്, നല്ലൊരു പ്ലേസ്. ലൈക്ക് 1 to 2 days എല്ലാം സ്റ്റേ ചെയ്തിട്ട് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ പ്ലേസാണ്. ഫുഡും എല്ലാം നല്ല, ഇറ്റ്സ് ഗുഡ് ഓവറോൾ. നല്ല അടിപൊളി സീനറിയുള്ള റോഡാണ് ഗൈസ്. നല്ല രസമുണ്ട്, ഒരു തണുത്ത ആംബിയൻസും വെയിലും. നൈസ്. കേവ് എടുക്കുമ്പോ എപ്പോഴും ഔട്ടർ, പിന്നെ ഞാൻ കേവ് എടുക്കുമ്പോ എപ്പോ ഇങ്ങനെ ചെയ്യുന്നത്, ഔട്ടർ പിന്നെ ഇന്നിലേക്ക് ഡയറക്റ്റ്. ആദ്യം ഔട്ടർ, ആദ്യം ഇറ്റ്സ് നോട്ട് എ ബിഗ് കേവ്, ബട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പശു അങ്ങ് എഴുതിയെടുത്ത സ്ഥലമൊക്കെ അടിപൊളി. റോഡ് കൊള്ളാം, ഫുൾ കേർവ്സ്, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. വെയിലുണ്ടെങ്കിലും ലൈക്ക് ചൂടാവുന്നില്ല, നല്ല കാറ്റുണ്ട്. ഓ, ഏതാ സാധനം, ഏതാ ലുക്ക്. നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. ബ്യൂട്ടി, ബ്യൂട്ടി. ഓ, ടോപ്പ് വെള്ളം വലിച്ചൊലിച്ച് നല്ല രസമുണ്ട് കാണാൻ. തണുത്ത വെള്ളമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്താണ് ഇവിടുന്ന് വെള്ളമെല്ലാം കുടിച്ചങ്ങ് സെറ്റായി. പീഡിയക്കാരാ പറഞ്ഞു ഇതിലേ പോകുന്നതിനൊക്കെ നല്ലത് ഈ ഒരു റോഡ് എടുത്തിട്ട് ഒരു 7 kilometer ഷോർട്ടറാണെന്നാണ് പറഞ്ഞത്. അതിലേ പോയി നോക്കാം. ചൂട് ഭയങ്കരമായിട്ട് കൂടി ഗൈസ്.
കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. ചെറുപ്പത്തിലൊക്കെ ഞാൻ എത്ര ബൈക്സും ഒക്കെ പോകുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട് അറിയാം. ഇതിൽ ആഗ്രഹം വലുതായിട്ട് മൊത്തം സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക്. ഇറ്റ് ഓൾ പേസ് ഓഫ് ഇൻ ദി ലാസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ് എന്നാണല്ലോ ടോവിനോ പറഞ്ഞിട്ടുള്ളത്. എന്താ മോൻ, ടു മച്ച് ഗട്ടർ ഗൈസ്, ടു മച്ച്. എങ്ക പത്താല് ഗട്ടർ. ഡിഗ്രി 31.5 ആണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പോരാ. പിന്നെ ഈ വണ്ടീന്റെ ഹീറ്റ് കാലിലേക്ക് അടിച്ച് പരിപ്പളകി. ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഹോട്ടൽ ഫിഷ് ലാൻഡ്. ഒരു ഹാഫ് ബിരിയാണി കഴിച്ചു. വലിയ സുഖമൊന്നുമല്ല, പക്ഷെ ഭയങ്കര പൈസ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ സുള്യ വഴി ടച്ച് ചെയ്യണ്ടെന്ന് തോന്നുന്നു. ടച്ച് ചെയ്യാണ്ട് കോഴിച്ചാലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അതായത് കേരള ബോർഡർ. സുള്യ ധർമ്മസ്ഥല. നേരെ പോയ ധർമ്മസ്ഥല ടച്ച് ചെയ്തിട്ട് നമ്മൾ സുള്യ വഴി നാട്ടിലേക്ക് പോയാണ്. ഗായ്സ്, അപ്പം സുള്യ കഴിഞ്ഞ് നമ്മുടെ ബോർഡറിലാണ് ഇപ്പൊ. പിന്നെ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കോഴിച്ചാലെത്തും. കോഴിച്ചാലിന്ന് പിന്നെ ആദ്യം ഒരു 55-57 കിലോമീറ്റർ ടു പയ്യന്നൂർ. എല്ലാരും പാടായി. അപ്പൊ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ആദ്യം കണ്ടിന്യൂ ചെയ്യണം. ഒന്നാമത് ഭയങ്കര ചൂടാണ്ടായി വരുമ്പം. പിന്നെ റോഡ് ഫുൾ അബദ്ധമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാരും ഇതായത്. നല്ല റോഡാണെന്ന് ലൈക്ക് അറിയാലോ. പക്ഷെ ഇപ്പൊ ഈ റോഡ് കുഴപ്പമില്ല. ഇടക്കിടക്കൊക്കെ നല്ല റോഡ് കിട്ടും, പിന്നെ ആദ്യം പോകും. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഈ റോഡ് കുഴപ്പമില്ല. ഒരു പവർ ബ്രേക്ക് എടുത്താലൊന്ന് സെറ്റായി. ഇപ്പൊ അവിടെ സൈഡിൽ നമ്മൾ നിർത്തിയിട്ട സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായി. അവിടെ എല്ലാരും കയറിയിരുന്നു, കുറച്ചേരം കിടന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ആയി. ലെറ്റ്സ് കണ്ടിന്യൂ. അങ്ങനെ കേരളത്തി തോന്നുന്നു.
ഗൈസ് അങ്ങനെ നമ്മൾ കൊയ്ച്ചാൽ എത്തി. ഇനി ഇവിടുന്ന് ചായ കുടിച്ച് വിടാന്ന് വെച്ചു. അവൻ ആലക്കോടാണ്, അപ്പോൾ അവൻ ആലക്കോടേക്ക് പോകും, നമുക്ക് പയ്യന്നൂരേക്ക് പോകണം. അങ്ങനെ ചായ കുടിക്കാൻ നോക്കിയിട്ടേ പുഴിമുട്ട പഴംപൊരി ചായ. നമ്മളപ്പുറം ആദർശ് അതാ ഡിങ്കു പോലെ അമ്മ വീട്ടിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പോയിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഗായ്സ് കോയിച്ചാലിന് പോലായി ചീമേനി വഴി കങ്കോൽ വഴി പയ്യന്നൂരേക്ക്. ഓവറോൾ റൈഡിങ് എക്സ്പീരിയൻസ് വെച്ചാല് ലൈക്ക് ഗുഡ് എന്ന് പറയാം. കാരണം കർണാടക ഞാൻ വിചാരിച്ച പോലല്ല റോഡ്. എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇപ്പൊ അതിനെക്കാട്ടും ബെറ്റർ നമ്മുടെ കേരളത്തിലത്തെ റോഡ് തന്നെയാണ്. കാരണം ചിക്മംഗ്ലൂർ എന്നുള്ള പ്ലേസ് എല്ലാം ലൈക്ക് എന്താ പറയാ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വഴി എന്നെല്ലാം വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുറെ സ്ഥലത്ത് കൊണ്ടുപോയായിരുന്നു, പിന്നെ ഒന്ന് അടുത്ത് വരുമ്പോഴത്തേക്കന്നെ അടുത്ത കൊണ്ടുവരും, അങ്ങനെ മടുക്കും പെട്ടെന്ന്. പക്ഷെ എല്ലാ സൈഡിലേക്കില്ല എനിക്കറിയില്ല കർണാടക, പക്ഷേ ഈ സൈഡ്. പക്ഷെ മൈസൂരേക്കെല്ലാം ഏകദേശം നല്ല റോഡാണ്. ഏകദേശം നമ്മളെ നാട്ടിൽ നിന്ന് പയ്യന്നൂരിന്നെല്ലാം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തലുണ്ട്. ബ്രേക്ക് എടുത്തിട്ടും 5-5.5 മണിക്കൂർ. പക്ഷെ ഈ സൈഡ് ഇങ്ങനെ ഈ മംഗലാപുരം ചിക്മംഗ്ലൂർ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ഇല്ല റോഡ്. ബട്ട് ഓക്കെ. പിന്നെ അവിടുത്തെ ചിക്മംഗ്ലൂർ എത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ല ആംബിയൻസും ക്ലൈമറ്റും നല്ല അടിപൊളിയാണ്. പിന്നെ മുല്ലാനഗിരി പീക്ക് അതൊരു മസ്റ്റ് വിസിറ്റ് ആവും. നല്ല പ്ലേസാണ്, നല്ല തണുപ്പുണ്ടാവും. ഏറ്റവും മേലെ കയറി എത്തി കിട്ടിയാൽ കാറ്റിങ്ങനെ നമ്മളെ കോരി കൊണ്ടുവന്നൊരു ഫീലാവും. അത്രയ്ക്കും കാറ്റാണ്, നല്ല കാറ്റാണ്. നമ്മൾ കയറുമ്പോൾ ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ടായിന്, നല്ല തണുത്ത കാറ്റും ഉണ്ടായിന്. നല്ല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കണ്ടിട്ടില്ലെങ്കിൽ ഇനി മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലും മതി. പിന്നെന്താ റൈഡിനെ കുറിച്ച് പറയാം. ഇറ്റ് വാസ് ഫൺ, ബട്ട് റൈഡിങ് എക്സ്പീരിയൻസ് ലൈക്ക് റോഡ് വൈസ് കുറച്ചുകൂടി ബെറ്റർ ആവണം, അത്രയും. അങ്ങനെ ഏകദേശം നമ്മുടെ നാട്ടിലെത്താനായി. ഇപ്പൊ പള്ളിമുക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ കാങ്കോലെത്തും. പിന്നെ അവിടുന്ന് നേരെ പയ്യന്നൂർ. അങ്ങനെ ട്രിപ്പ് കഴിയാനായി. അപ്പൊ നമ്മുടെ നാടെത്താനായി. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോ യുവർ ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. That's all. See you in the next video. Bye bye.